Hi, hello and welcome back to Try It Out with Meera Nair. ഇന്ന് കപ്പ ചേമ്പ് പുഴുക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ തന്നെ പറമ്പിൽ നിന്ന് പറിച്ച കപ്പയും ചേമ്പും ഉപയോഗിച്ച് രുചികരമായ ഒരു പുഴുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് വീഡിയോയിലൂടെ കാണും. പുഴുക്ക് ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും എല്ലാം ഇഷ്ടമുള്ള വിഭവങ്ങളാണ് പുഴുക്കുകൾ. പലതരത്തിൽ പുഴുക്കുകളുണ്ട്. ചക്കപ്പുഴുക്ക്, കപ്പപ്പുഴുക്ക്, പല ഇനം കിഴങ്ങുകൾ കൂട്ടി ഉണ്ടാക്കുന്ന പുഴുക്ക്, തിരുവാതിര പുഴുക്ക്, അങ്ങനെ എന്തെല്ലാം. ഇന്നത്തെ കപ്പയും ചേമ്പും നന്നായി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് പല പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുന്നു. എന്നിട്ട് കുക്കറിലിട്ട് അത് നികക്കുകയും കുറച്ചധികവും വെള്ളമൊഴിച്ച് അടച്ച് 2-3 വിസിൽ വരുന്നത് വരെ വേവിക്കുന്നു. ഓരോ കപ്പയുടെയും മറ്റും വേവ് അനുസരിച്ചാണ് വിസിൽസിൻ്റെ എണ്ണവും ഡിസൈഡ് ചെയ്യേണ്ടത്. അരപ്പിനായി ഒരല്പം കാന്താരി, വെളുത്തുള്ളി, കറിവേപ്പില, ജീരകം, തേങ്ങ, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ തോരൻ്റെ പാകത്തിന് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. നന്നായി അരയ്ക്കുക എന്ന് പറഞ്ഞാൽ തോരൻ്റെ പാകത്തിന്, അതായത് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഈ സമയം വിസിലൊക്കെ വന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്ന കപ്പ ഒന്ന് തുറന്ന് നോക്കാം. കപ്പയും ചേമ്പും തുറന്ന് നോക്കുന്നു. നന്നായി വെന്തിട്ടുണ്ടവ. അപ്പോൾ ഇനി ഇതിനടിയിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്, അത് ഊറ്റിക്കളയണം. ഊറ്റിക്കളയാനായി ഇവിടെ കുക്കറിൻ്റെ അടപ്പിൻ്റെ വാഷർ മാറ്റി ഒന്ന് ചരിക്കുന്നതേ ഉള്ളൂ. ഇതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ചോറും വാർക്കാറുള്ളത്. പ്രഷർ കുക്കറിൽ തന്നെയാണ് ചോറുണ്ടാക്കുന്നതും. അതിങ്ങനെ മാറ്റി വാർക്കുകയും ചെയ്യും. ഇനി അടുപ്പിൽ വെച്ചിട്ട് നടുക്കൊരു കുഴിവുണ്ടാക്കി അതിലേക്ക് അരപ്പ് ചേർത്ത് ഈ കപ്പയുടെയും ചേമ്പിൻ്റെയും കഷ്ണങ്ങൾ അതിന് മുകളിലേക്കിട്ട് തല്ലി പൊത്തി വെച്ച് തേങ്ങ വേവാൻ മാത്രം സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നു. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒരു ചിരട്ടത്തവിയുടെയോ മറ്റോ പിടി വെച്ച് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി തൂവിയാൽ സ്വാദിഷ്ടമായ ഈസിയായ വീഗൻസിനും വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും എല്ലാം ഇഷ്ടമാകുന്ന കപ്പയും ചേമ്പും പുഴുക്ക് തയ്യാറാണ്. അപ്പോൾ ഇത് തീർച്ചയായും വീട്ടിലൊന്ന് പരീക്ഷിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കൂടി അറിയിക്കുക. ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറ്റും കോമെൻറ്റ്സിൽ എഴുതാനും മറക്കരുത്. കുക്കിംഗ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും മറ്റും ഈ ചാനൽ സജസ്റ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.